അർജുൻ, ഞാൻ ആദ്യ ഊഴത്തിൽ ചോദിച്ച രണ്ട് ചോദ്യം. ഒന്ന്, ഈ പറയുന്ന ആ കളമശ്ശേരി ക്യാമ്പസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും ശക്തമായ സംഘടന എന്നുള്ള നിലയ്ക്ക് SFIക്ക് 2 കിലോ കഞ്ചാവ് ഹോസ്റ്റലിലെത്തി വിൽപ്പന നടത്തുന്ന ആ സംഘത്തെക്കുറിച്ച് നേരത്തെ അവരെ പൂട്ടാൻ ഉത്തരവാദിത്വമില്ലേ? ഒന്ന്. രണ്ട്, എന്തിനാണെന്നേ ഈ സംഭവം ഉണ്ടാകുമ്പോഴേക്കും ഇത് ഈ പോലീസിന്റെ ഗൂഢാലോചനയാണ് എന്ന മട്ടിൽ നിങ്ങളുടെ ഇവിടുത്തെ പ്രാദേശിക നേതൃത്വം രംഗത്ത് വരുന്നത്? എന്തിനാണ് സംരക്ഷണം തീർക്കുന്നത്? അർജുൻ, ഒന്ന്, ഈ പറയുന്നത് പോലെ KSU പ്രവർത്തകർ അതിനകത്ത് ഈ ലഹരി മരുന്ന് വിൽപ്പന നടത്തിയത് SFI അറിഞ്ഞിരുന്നില്ലേ? സ്വാഭാവികമായിട്ടും കളമശ്ശേരി കേന്ദ്രീകരിച്ച്, കളമശ്ശേരി ക്യാമ്പസുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇത്തരം ലഹരി വസ്തുക്കളുടെ വിൽപ്പന നടക്കുന്നുണ്ട് എന്നുള്ളത് പോലീസിനെ ശ്രദ്ധയിൽപ്പെടുത്തിയത് ആദ്യമേ ഞങ്ങളാണ്. നിങ്ങളതിൻ്റെ ഇന്നലെ നടന്ന റെയ്ഡിൻ്റെ മഹസാക്ഷി എടുത്ത് നോക്ക്. അതിന് സാക്ഷിയെ ഒപ്പിട്ടിട്ടുള്ളത് SFI യൂണിറ്റ് കമ്മിറ്റിയുടെ സെക്രട്ടറിയും പ്രസിഡൻറ്റുമാണ്. ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട് ഇതെങ്ങനെ ചെറുക്കണം എന്നുള്ളത്. ഞങ്ങളുടെ കൂടെയുള്ള ആളുകൾ ഇതിനകത്തില്ല എന്നുള്ള പൂർണ്ണ ബോധ്യത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഞങ്ങൾ ഇത്തരം കാര്യങ്ങളിലേക്ക് കടക്കുന്നത്. ഇപ്പോൾ പറയുന്നത് പോലെ ചെങ്കോട്ടകൾ ഇങ്ങനെ സൃഷ്ടിച്ച് അതിനകത്ത് കഞ്ചാവ് വിൽപ്പന നടത്തുകയാണ്, വിൽപ്പന നടത്താൻ വരുന്നവരെ പ്രോത്സാഹിപ്പിക്കുകയാണ് എന്നൊക്കെ പറയുമ്പോൾ ഞങ്ങൾ ചെങ്കോട്ടകൾ കെട്ടിയിട്ടുള്ളത് വിദ്യാർത്ഥികളുടെ മനസ്സിലാണ്. അതുകൊണ്ടിട്ട് തന്നെയാണ് ഇപ്പോൾ ജിൻഡോ സൂചിപ്പിച്ചല്ലോ, കേരളത്തിലെ ഏറ്റവും വലിയ വിദ്യാർത്ഥി സംഘടനയാണെന്ന് അവകാശപ്പെടുന്നത്. അത് തന്നെയാണ് ഞങ്ങളങ്ങനെ ഓരോ വിദ്യാർത്ഥിയുടെ മനസ്സിൽ ചെങ്കോട്ടകൾ കെട്ടിയതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഞങ്ങൾ കേരളത്തിനകത്ത് ഏറ്റവും വലിയ വിദ്യാർത്ഥി പ്രസ്ഥാനമായത്. പിന്നെ KSUക്കാർ നാട്ടിൽ മുഴുവൻ നടന്ന് കഞ്ചാവ് വിറ്റ അവരെയൊക്കെ തെരഞ്ഞു പിടിച്ച് നന്നാക്കൽ ഞങ്ങളുടെ പണിയല്ല, അത് ഞങ്ങളുടെ പണിയല്ല. ആ പണി ഏറ്റെടുക്കേണ്ടത് കോൺഗ്രസിൻ്റെ നേതൃത്വം. അതും നിങ്ങളുടെ കുട്ടികളാണല്ലോ. നിങ്ങളുടെ കുട്ടികൾ എന്ത് തെറ്റ് ചെയ്ത് കഴിഞ്ഞാലും സംരക്ഷിക്കുന്ന ഒരു KPCC പ്രസിഡന്റും ഒരു പ്രതിപക്ഷ നേതാവും ഉണ്ടല്ലോ. ഇന്ന് രാവിലെ SFIക്കാരെയാണ് പിടിച്ചത് എന്ന് പറഞ്ഞപ്പോൾ ചാടി എഴുന്നേറ്റ് വന്ന് പ്രസ്താവന നടത്തിയ ആളുകളല്ലേ. ഉച്ചയ്ക്ക് ശേഷം KPCC പ്രസിഡന്റും പ്രസ്താവനയില്ല, ഈ പറയുന്ന പ്രതിപക്ഷ നേതാവിനുമില്ല, കോൺഗ്രസിൻ്റെ KSUവിൻ്റെ സംസ്ഥാന പ്രസിഡന്റും പ്രസ്താവനയില്ല. രാഷ്ട്രീയം വേണ്ട, ഉച്ചയ്ക്ക് ശേഷം കാണുന്ന പുതിയ പ്രതിഭാസം. രാഷ്ട്രീയം വേണ്ട, നമ്മളെല്ലാവരും ഒരുമിച്ച് ഒറ്റക്കെട്ടായി ഇതിനെ എതിർക്കണം. ഒരു തർക്കവും വേണ്ട, എതിർക്കും, ഞങ്ങൾ എതിർക്കും. ഞങ്ങൾ നിലപാട് സ്വീകരിച്ചുള്ളത് KSUവിനോടും ലഹരിയോടും ഒറ്റ നിലപാട് സ്വീകരിച്ചുള്ളൂ. രണ്ടും കേരളത്തിലെ ക്യാമ്പസുകൾക്ക് ആശാസ്യകരമായിട്ടൊന്നല്ല. രണ്ടും കേരളത്തിലെ ക്യാമ്പസുകൾക്കകത്ത് അരാജക പ്രവണതകൾക്ക് നേതൃത്വം കൊടുക്കുന്നതെന്ന് തന്നെയാണ്. KSU ആണെങ്കിലും ലഹരിയാണെങ്കിലും. ഈ KSU നേതാക്കന്മാരുടെ കൈകളിൽ നിന്ന് പിടിച്ച ലഹരി 2 കിലോയിനപ്പുറം ഉണ്ട് എന്ന് കണ്ടപ്പോൾ തൊട്ട് അങ്ങ് തുടങ്ങി. നമുക്ക് ഒരുമിച്ച് നേരിടാം. ഒരു കൂട്ടും വേണ്ട. നിങ്ങളുടെ ഒരു കൂട്ടും പിടിച്ചിട്ട് ഈ ലഹരിക്കെതിരെ ഈ കൊണ്ട് നടന്നത് നീയേ ചാപ്പ, കൊണ്ടുപോയി കൊല്ലിച്ചത് നീയേ ചാപ്പ എന്ന് പറയില്ലേ, അത് തന്നെ നിങ്ങൾ തന്നെ വിൽപ്പന നടത്തും, നിങ്ങൾ തന്നെ എതിർക്കും. ആ പണിക്ക് നിങ്ങളുടെ കൂടെ ഞങ്ങളില്ല. ഞങ്ങൾക്കറിയാം. ഞങ്ങൾ ഈ കാലം വരെ ഇപ്പോൾ കളമശ്ശേരിയുടെ ഈ കഴിഞ്ഞ ദിവസങ്ങളിലെ ക്യാമ്പിനെടുത്ത് നോക്ക്. കളമശ്ശേരിയിലെ എല്ലാ പ്രാദേശിക കേന്ദ്രങ്ങൾക്കകത്തും ഞങ്ങൾ ലഹരി മരുന്നിനെതിരായി ഈ കഞ്ചാവ് വിൽപ്പനക്കെതിരായിട്ടുള്ള ലഘുലേഖ വിതരണവും ക്യാമ്പയിനുകൾ സംഘടിപ്പിക്കുന്നുണ്ട്. കേരള സംസ്ഥാനത്തെ മുഴുവൻ ക്യാമ്പസുകളിലും ഈ കഴിഞ്ഞ തിങ്കളാഴ്ച ദിവസമാണ് ഞങ്ങൾ വലിയ വിദ്യാർത്ഥി സംഘടന തീർത്തത്. അങ്ങനെ ലഹരിക്കെതിരായി നിരന്തരം ഈ പോരാട്ടം നടത്തുന്നവർ തന്നെയാണ് ഞങ്ങൾ. പിന്നെ നിങ്ങൾ പറഞ്ഞു ഞാൻ 50 2 കിലോ പിടിച്ചതും 9 ഗ്രാം പിടിച്ചതും തമ്മിൽ താരതമ്യം ചെയ്യുന്നു. ഞാൻ എപ്പോഴും അങ്ങനെ പറഞ്ഞു? ഞാൻ ആ നിലയിലൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. ഒരു പൊടിയാണെങ്കിൽ പോലും, ഒരു പൊടി കഷ്ണമാണെങ്കിൽ പോലും ഒരു വിദ്യാർത്ഥിയുടെ കൈവശം ഉപയോഗിക്കാൻ കഴിയാത്ത നിലയിലുള്ള ഇത്തരത്തിലുള്ള സമൂഹത്തിന് വിപത്താകുന്ന എന്ത് ലഹരി മരുന്നാണെങ്കിലും അതിനെ ചെറുക്കാൻ വേണ്ടി ആദ്യം മുന്നോട്ട് വരുന്ന ആളുകൾ തന്നെയാണ് ഞങ്ങൾ. പിന്നെ സിദ്ധാർത്ഥനെ കൊന്നതാരാ? അതുപോലെ തന്നെ സിദ്ധാർത്ഥന് ആത്മഹത്യക്ക് പുറകിലാരാ? അതുപോലെ തന്നെ കോട്ടയത്ത് മെഡിക്കൽ ആരാ? ഇതിന്റെയൊക്കെ പുറകിലെന്താ? നിങ്ങൾക്ക് SFIയുടെ ഏതോ മെമ്പർഷിപ്പ് ആളുടെ പേര് പറഞ്ഞിട്ടില്ലേ? നിങ്ങൾ കോട്ടയത്തെ ഞാനതിലേക്ക് ഇടപെടാതിരുന്ന എനിക്കും ഈ ചോദ്യം ആ സമയത്ത് ജിൻഡോ ആ സമയത്ത് ജിൻഡോ ഇങ്ങനെ അല്ല നിങ്ങൾക്ക് ഒരു അറിവുമില്ലെങ്കിൽ സിദ്ധാർത്ഥന്റെ മരണം അന്വേഷിക്കണമെന്ന് പറഞ്ഞ്, സിദ്ധാർത്ഥന്റെ മരണം CBI അന്വേഷിക്കണമെന്ന് പറഞ്ഞ് നിങ്ങൾ എന്തുകൊണ്ട് പോയില്ല? KSU മറ്റു സംഘടനകളല്ലേ പോയെ? നിങ്ങൾ എന്തുകൊണ്ട് സിദ്ധാർത്ഥന്റെ മരണത്തില് യഥാർത്ഥ പ്രതികളെ പിടിക്കണമെന്ന് പറഞ്ഞ് SFI സമരം ചെയ്യില്ല? അതിന്റെ മര്യാദയാ. ആമസോൺ കാട്ടിലെ അടിക്കാടിന് തീ പിടിച്ചാൽ പോലും സമരം ചെയ്യുന്ന SFI സിദ്ധാർത്ഥന്റെ മരണത്തിൽ എന്തുകൊണ്ട് നിങ്ങൾക്ക് ഒരു അനുശോചനം പോലും ഇല്ലാതിരുന്നത്? എന്തുകൊണ്ട് നിങ്ങൾ അറിയാതിരുന്നത്? ഞങ്ങളുടെ രാഷ്ട്രീയ ബോധം. നിലപാട് പറയുന്നത് ഞങ്ങളുടെ രാഷ്ട്രീയ നിങ്ങൾ ഇങ്ങനെ കേരളത്തിൽ ആയുർവേദ കോളേജിലെ PK രാജനെ കൊന്നതാരാ?
അവിടുത്തെ യൂണിറ്റ് പ്രസിഡന്റ് അർജുൻ ജനിക്കുന്നതിന് മുമ്പുള്ള മരണത്തെ കുറിച്ച് പറഞ്ഞ് സമീകരിക്കാൻ നോക്കണ്ട. അർജുൻ ജനിക്കുന്നതിന് മുമ്പുള്ള മരണത്തെ കുറിച്ച് പറഞ്ഞ് സമീകരിക്കാൻ നോക്കണ്ട. അർജുൻ സിദ്ധാർത്ഥനെ കൊന്നത് ആരാണ് പറയും? സിദ്ധാർത്ഥൻ എങ്ങനെയാ മരിച്ചേ? സിദ്ധാർത്ഥൻ എങ്ങനെയാ മരിച്ചേ? അർജുൻ പറഞ്ഞിട്ട് പോ. അർജുൻ ധൈര്യമുണ്ടെങ്കിൽ പറഞ്ഞിട്ട് പോ. സിദ്ധാർത്ഥൻ എങ്ങനെയാ മരിച്ചേ? ധീരജ് മരിച്ച കത്തി എവിടുന്ന് വന്നു? ധീരജ് മരിച്ച കത്തി എവിടുന്ന് വന്നു? ധീരജ് കൊല്ലപ്പെടാൻ ഇടയായിട്ടുള്ള കത്തി എവിടുന്ന് കിട്ടി? എവിടുന്ന് കിട്ടി? അത് പറയും. ആ കത്തി ആര് കൊണ്ടുവന്നു? ആര് കൊണ്ടുവന്നു? നിങ്ങൾ ഞങ്ങൾ പറഞ്ഞതൊന്നും പറയണ്ടെന്ന്. നിങ്ങൾ പറയും ആ കത്തി എവിടെ? ആ കത്തി കൊണ്ടുവന്നത് ആര്? ആ കത്തി എവിടെ? നിങ്ങൾ പറയണ്ടേ? ഈ സിദ്ധാർത്ഥനെ കൊന്ന് കെട്ടിത്തൂക്കിയത് ആര്? നിങ്ങൾ ധീരജിനെ പറ്റിയും ധീരജിന്റെ കൊലപാതകം നിങ്ങൾ ന്യായീകരിച്ചിട്ടുണ്ട് അല്ലെ ഹാഷ്മി? ഹാഷ്മി ഇടപെടേണ്ടതായിരുന്നു. ഹാഷ്മി ഇടപെട്ടില്ല. മറുപടി ഇങ്ങനെ അല്ല, അങ്ങനെ ഏകപക്ഷീയമായിട്ട് സ്ഥാപിക്കാൻ വേണ്ടി ആദ്യം തന്നെ ഞാനും ആ രക്ഷിതാവിന്റെ ഏറ്റവും വലിയ ഈ പറയുന്ന അദ്ദേഹത്തിന്റെ ഭാഗത്തെ ഏറ്റവും ഹൃദയവേദനയോട് കൂടി തന്നെ കാണുന്ന ആളാണ് ഞാൻ. അങ്ങനെ ഒരു അച്ഛനും ഒരമ്മയും ഒരു സഹോദരനും ഇനി കേരളത്തിന്റെ മണ്ണിൽ ഉണ്ടാവരുത് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന ആളുകൾ തന്നെയാണ് ഞങ്ങൾ. ഇപ്പോൾ ഇവിടെ ജിൻഡോ അങ്ങ് പറഞ്ഞു നമുക്ക് ഒരുമിച്ച് നേരിടണം എന്നൊക്കെ 2 സെക്കൻഡ് കഴിഞ്ഞതിന് ശേഷം പിന്നെ അങ്ങ് SFI വധം, അങ്ങനെ SFI വധം നടത്താൻ വേണ്ടി വിട്ടു തരൂല ജിൻഡോ. അങ്ങനെ നിങ്ങൾ നടത്തുന്ന നെറികേടുകളെല്ലാം ഞങ്ങളുടെ തലയിൽ വെച്ചിട്ട് എന്തു തോന്നിയവാസവും കാണിച്ച് കേരളത്തിലെ ക്യാമ്പസിലൂടെ കേരളത്തിന്റെ പൊതുസമൂഹത്തിലൂടെ നിങ്ങൾ നടക്കാൻ വേണ്ടി പിണറായി വിജയനല്ലേ കേരളം ഭരിക്കുന്നത്? നിങ്ങൾ പറയും KSUവിന്റെ നേതൃത്വത്തിൽ നടത്തുന്നുണ്ടെങ്കിൽ നിങ്ങൾ പിടിപ്പിക്ക്. നിങ്ങൾ പറയുന്നിടത്ത് ഞങ്ങൾ വന്ന് നിൽക്കാം. കേരളത്തിലെ ഏത് ക്യാമ്പസിൽ KSU ക്ലാസ് വെച്ച് വിൽക്കുന്നുണ്ടത് നിങ്ങൾ പറയും. അതല്ലേ ഒരു മര്യാദ? നിങ്ങളുടെ ഇരട്ട ചങ്കൻ കാരണഭൂതൻ കഴുകൻ ഭരിക്കുന്ന ഒരു കേരളത്തിൽ ഞങ്ങൾ KSUക്കാർ പാവങ്ങള് കഞ്ചാവ് വിൽപ്പന നടത്തി എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ മാത്രം മണ്ടന്മാരാണോ കേരളത്തിലെ നടത്തിയ ഒരാളെ പിടിച്ചു. അവൻ റിമാൻഡിൽ പോയി 2 കിലോ ഉള്ള നിങ്ങളുടെ ത്രാസ് വെച്ച് വിൽപ്പന നടത്തിയ KSUവിന്റെ നേതാവ് റിമാൻഡിൽ പോയി. 2 പേര് ഓടി KSUവിന്റെ നേതാവല്ല അർജുൻ. അങ്ങനെ നേതാവാക്കല്ലേ? അർജുനല്ല KSUവിന്റെ നേതാവിനെ തീരുമാനിക്കുന്നത്. അർജുനല്ല KSUവിന്റെ നേതാവിനെ തീരുമാനിക്കുന്നത്. അർജുനല്ല KSUവിന്റെ കമ്മിറ്റി തീരുമാനിക്കുന്നത്. ആ പണി വേണ്ട അർജുനെ. ആ പണി വേണ്ട. ഈ വക പണി വേണ്ട. ആ പണി വേണ്ട. സമയത്ത് ഫോട്ടോ ഡിലീറ്റ് ചെയ്താൽ അത് വേണ്ട. നിങ്ങൾ ഒളിവിൽ പോയി പറഞ്ഞ KSUക്കാരൻ വന്ന് മാധ്യമങ്ങളെ കണ്ട് മറുപടി പറഞ്ഞു. പോലീസ് എന്തുകൊണ്ട് അങ്ങനെയാണ് ഈ KSUവിന്റെ പാനലിൽ മത്സരിച്ചാൽ അറസ്റ്റ് ചെയ്യാതിരുന്നത്? അത് ജിൻഡോ ഓർമ്മിപ്പിച്ചു നന്നായി. അത് KSU ആണെന്ന് തന്നെയല്ല പറഞ്ഞത്. ഞങ്ങൾ KSUവിന്റെ ഭാഗമായി പ്രവർത്തിച്ച ആളുകളാണെന്ന് തന്നെയല്ലേ പറഞ്ഞത്. കണ്ണടച്ചിരുട്ടാക്കി